അല്പസമയം മുമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവരുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? കളക്ടർ വരണം എന്നതുൾപ്പെടെയാണ് അവർ പറയുന്നത്. ഏതാണ്ട് 10 മണിയാകുമ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുകയാണ്. ഒന്നുകിൽ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണം, അതല്ലെങ്കിൽ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തുന്ന RDO സ്ഥലത്തെത്തണം. എങ്കിൽ മാത്രമേ മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാൻ അനുവദിക്കൂ എന്നുള്ള നിലപാടിലാണ് നാട്ടുകാർ നിൽക്കുന്നത്. അപകടമുണ്ടായി ഏതാണ്ട് 2.5 മണിക്കൂറോളം പിന്നിടുമ്പോഴും ഇപ്പോഴും മൃതദേഹം ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടാന ആക്രമണമാണ് എന്നതുകൊണ്ട് തന്നെ മൃതദേഹമൊക്കെ ചതഞ്ഞറിഞ്ഞ അവസ്ഥയിലാണ്. പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിലും അവർ ഈ ജനങ്ങളോട് സംസാരിച്ചു എങ്കിലും യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഏറെക്കാലമായി കാട്ടാനയുടെ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണം ഉണ്ടാവുകയും ജീവനുകൾ പൊലിയുകയും ചെയ്യുന്ന സ്ഥലമാണ് ഈ കോതമംഗലത്തിന്റെ കുട്ടൻപുഴ മേഖല എന്ന് പറയുന്നത്. പഞ്ചായത്ത് അധികൃതർ തന്നെ പറയുന്നത് കുട്ടൻപുഴ പഞ്ചായത്തിലെ ഏതാണ്ട് എല്ലാ വാർഡുകളിലും തന്നെ കാട്ടാന ശല്യം ഉണ്ടാകാറുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചാൽ തന്നെ പലപ്പോഴും എത്തുമ്പോൾ ഏറെ വൈകും. മാത്രവുമല്ല, അവർ എത്തിയാൽ തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉണ്ടാകില്ല. വ്യാപകമായ തോതിൽ കൃഷി നശിപ്പിക്കപ്പെടുന്നു. നേരത്തെയും ഒന്നിലധികം ജീവനുകൾ പൊലിഞ്ഞിട്ടും യാതൊരുവിധ സത്വര നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. സൗരോർജ്ജ വേലികൾ കെട്ടും, അല്ലെങ്കിൽ കിടങ്ങുകൾ കുഴിക്കും എന്നൊക്കെ പറയുന്നല്ലാതെ പൂർണ്ണമായും അതിന്റെ ഫലം ഇതേവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇനി ഒരു ജീവൻ പോലും പൊലിയാൻ ഇടയാവരുത്. മാത്രമല്ല, മുൻപ് പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ ആശ്രയമായ ആളുകളാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത്. ഇനി ഒരു ജീവൻ കൂടി അതെ, തീർച്ചയായും പ്രദീപ്, അങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെടരുത്. അതിന്റെ ആവശ്യങ്ങൾ, കൃത്യമായിട്ടുള്ള നടപടികൾ, ഒരു ഉറപ്പ് തരണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഒരു മൃതദേഹത്തിന് മുന്നിലും അവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധവുമായി നിൽക്കുന്നത്.